എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ സാക്ഷാൽ റാഞ്ചി അവനാണെങ്കിൽ ഇപ്പൊ റുക്കിയുടെ അവസ്ഥ അറിഞ്ഞ് കൺട്രോൾ പോവും. റുക്കിയെ അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. വെറും ഒരു ഫ്രണ്ടിനപ്പുറത്ത് അവളെ സ്വന്തം സിസ്റ്ററായിട്ടാണ് റാഞ്ചി കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ള റുക്കിയ അവൾ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞതിൽ അവനാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് റാഞ്ചി ആണെങ്കിൽ അവന്റെ കൺട്രോളൊക്കെ ഭേദിച്ച് ഇപ്പൊ വീണ്ടും അവന്റെ സ്ക്വാഡും ബാങ്കായ് പവറും ഒക്കെ എടുത്ത് ഒരു അരങ്കാരനെ നിർത്താതെ അച്ചറം പൊച്ചറം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. റാഞ്ചി ആണെങ്കിൽ പഠിച്ച പണി 18 നോക്കിയിട്ടും അവന്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും വീടില്ല. അവൻ റാഞ്ചിയുടെ നിസ്സഹായ അവസ്ഥയും കഷ്ടപ്പാടും ഒക്കെ കണ്ട് അങ്ങനെ പൊട്ടിച്ചിരിച്ച് റാഞ്ചിയെ തന്നെ നോക്കും. റാഞ്ചി ആണെങ്കിൽ അടുത്തായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ഒരുപാട് ഹോലോസ് ഇപ്പോ ആ അരങ്കാരനടുത്തേക്ക് വരികയാണ്. റാഞ്ചി ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഡബിൾ ഷോക്ക്ഡ് ആവും. കാരണം ഇത്രയും ഹോലോസിനെ അവനെ കൊണ്ട് തകർക്കാനാവില്ല. ഓൾറെഡി അവൻ ഇത്രയും സമയം ഫൈറ്റ് ചെയ്തിട്ട് ആ അരങ്കാരനെ തകർക്കാൻ അവനെ കൊണ്ടായിട്ടില്ല. സോ അതിനോടൊപ്പം ഈ ഹോലോസിനെ ഇല്ലാതാക്കാൻ അവൻ എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. ആ ഹോലോസിനെ കാണുമ്പോൾ തന്നെ അവൻ മനസ്സിലാക്കും അതെല്ലാം തന്നെ ഈ പിങ്ക് മുടിയന്റെ വെറും ഒരു ടെസ്റ്റ് സബ്ജക്ട്സ് മാത്രമാണെന്ന്. സോ ആ പിങ്ക് മുടിയൻ അവനൊന്ന് വിരൽ ഞൊടിച്ചാൽ അതെന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ റാഞ്ചിക്കാണെങ്കിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ല. അവന്റെ മുൻപിൽ ഒരു ടെസ്റ്റ് സബ്ജക്റ്റായി നിന്ന് കൊടുക്കാൻ അവനെ കൊണ്ടാവില്ല. ഒന്നുകിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക. സോ മരിക്കുന്നത് വരെ ഫൈറ്റ് ചെയ്യാൻ റാഞ്ചി നിർബന്ധിതനായി മുൻപോട്ടേക്ക് ഓടി വരികയാണ്. അടുത്ത നിമിഷം ഒരു മോൺസ്റ്റർ ഹോളോ മുൻപോട്ടേക്ക് വന്ന് റാഞ്ചിയെ അച്ചറം പൊച്ചറ ആഞ്ഞെട്ടിച്ച് അങ്ങനെ താഴേക്ക് വീഴുകയാണ്. ആ ഒരു ഇടിയിൽ അങ്ങനെ തകർന്ന് താഴെ വീണ് അവൻ വീണ ഒരു ഭാഗം തന്നെ തകർന്നില്ലാതാവും. റാഞ്ചിക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേ, ആരോടാ സഹായം ചോദിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം ആ ഒരു ഹോലോയ്ക്ക് പോലും ഭയങ്കര പവറാണ്. റാഞ്ചി ആണെങ്കിൽ മരിക്കാൻ തയ്യാറായി അങ്ങനെ കണ്ണുകൾ അടച്ചു കിടക്കും. അടുത്ത നിമിഷം ആ ഹോലോ അവൻ കൈ ചുരുട്ടി റാഞ്ചി ഇട്ടിക്കാൻ അങ്ങനെ ആഞ്ഞു വരികയാണ്. റാഞ്ചിയുടെ ക്ലോസ് തന്നെ താമസം. അടുത്ത നിമിഷം ഒരു ബ്ലൂ കളറിലുള്ള പവർ അതവന്റെ ബോഡിയിൽ വന്ന് ആഞ്ഞടിച്ച് അവനിപ്പോ താഴേക്ക് വീഴും. ഹോളോയുടെ നിലവിളി കേട്ട് ഇപ്പൊ റാഞ്ചി അവൻ ഞെട്ടി എഴുന്നേക്കും. അതിനുശേഷം ചുറ്റും നോക്കും. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് നമ്മുടെ കണ്ണാടി പയ്യൻ അവനങ്ങനെ സ്റ്റൈലായിട്ട് പവർഫുൾ ആയിട്ട് നിൽക്കുകയാണ്. അവനാണ് അവന്റെ പവർ ഉപയോഗിച്ച് ഇതിനെ തകർത്ത് കളഞ്ഞത്. റാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഒരു ക്വിൻസി അവനിപ്പോ സോൾ റീപ്പർ ആയിട്ടുള്ള റാഞ്ചിയുടെ ലൈഫ് രക്ഷിച്ചിരിക്കുകയാണ്. എന്തോ ഒരു വല്ലാത്ത സ്നേഹവും സന്തോഷമൊക്കെ റാഞ്ചിക്ക് അവനോട് തോന്നും. അതേസമയം അരങ്കാസ് ആണെങ്കിൽ വമ്പം കലുപ്പില് കണ്ണാടിപ്പയ്യനെ നോക്കുകയാണ്. കാരണം അവർക്കാണെങ്കിൽ റാഞ്ചിയെ ഒറ്റയ്ക്ക് ടോർച്ചർ ചെയ്ത് അവനെ ഒരു ടെസ്റ്റ് സബ്ജക്റ്റ് ആക്കാനായിരുന്നു ഏറെ ആഗ്രഹം. സോ അതിന്റെ ഇടയിൽ നമ്മുടെ കണ്ണാടിപ്പയ്യൻ ഓറിയോ വന്നത് അവറ്റകൾക്ക് ഒട്ടും ഇഷ്ടാവില്ല. അതുമാത്രമല്ല അവരുടെ ടീമിൽപ്പെട്ട ഒരു ഹോലോയെ കണ്ണാടിപ്പയ്യൻ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തി കളഞ്ഞു. അവറ്റകളാണെങ്കിൽ ഡബിൾ കലിപ്പില് ഇപ്പൊ കണ്ണാടിപ്പയ്യനെ നോക്കി അങ്ങനെ മുരച്ചു നിൽക്കും. ആ ഹോലോസ് ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. അതേസമയം പിങ്ക് തലയൻ അവൻ പതിയെ ടേൺ ചെയ്ത് കണ്ണാടിപ്പയ്യൻ ഓറിയോ നോക്കും. ആ പിങ്ക് തലയനാണെങ്കിൽ ടെൻഷനും പേടിയൊന്നുമില്ല. അവനാണെങ്കിൽ ഡബിൾ ഹാപ്പി. കാരണം അവനിപ്പോ പവർഫുൾ ആയ ഒരു ക്വിൻസിയെ കിട്ടിയിരിക്കുകയാണ്. കണ്ണാടിപ്പയ്യനെ കാണുമ്പോൾ തന്നെ അവൻ തിരിച്ചറിയും അതൊരു സോൾ റീപ്പർ അല്ല, ക്വിൻസിയാണ്. ലോകത്താകെ ഇപ്പൊ ബാക്കിയുള്ള ഒരേ ഒരു ക്വിൻസി. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ റെയർ പീസിനെ കിട്ടിയതിൽ അവനങ്ങനെ ആനന്ദിക്കുകയാണ്. പിങ്ക് മുടിയനാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്ന ആ ഗ്യാപ്പില് നമ്മുടെ കണ്ണാടി പയ്യൻ ഓറിയോ അവന്റെ ആരോ കയ്യിലെടുത്ത് അവനെ ലക്ഷ്യമാക്കി അങ്ങനെ വലിച്ചു വിടുകയാണ്. ആരോ അങ്ങനെ വമ്പ ഫോഴ്സിൽ വന്ന് പിങ്ക് തലയന്റെ വയറ്റില് കുത്തി ഇറങ്ങും. അവൻ അങ്ങനെ മുട്ടുമടക്കി താഴേക്ക് വീഴുകയാണ്. ചുറ്റും ഉണ്ടായിരുന്ന ഓലോസ് അവറ്റകളെല്ലാം തന്നെ അത്ഭുതത്തോടു കൂടെ അത് നോക്കിക്കാണും. ഇവിടെ എന്താ സംഭവിക്കണേന്ന് അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാർക്ക് ഒരു ഡബിൾ ഷോക്ക് കൊടുത്തുകൊണ്ട് ആരോ അതങ്ങനെ തവിട് പൊടിയാക്കി അവൻ ചാടി എഴുന്നേക്കുകയാണ്. കണ്ണാടിപ്പയനാണെങ്കിൽ ഡബിൾ ഷോക്കായിട്ട് ഇപ്പൊ അവനോട് ചോദിക്കും ക്വിൻസീസിന്റെ പവർ അത് നിന്നെ കൊണ്ടെങ്ങനെ ഡോച്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞു. പിന്നെ അവൻ ക്യാഷ്വലായിട്ട് പറയും ഞാൻ നിനക്ക് മുൻപുണ്ടായിരുന്ന നിന്റെ മുൻഗാമികളായിട്ടുള്ള ക്വിൻസീസുകളെ റിസർച്ച് ചെയ്തിട്ടുള്ളവനാണ്. ഞാനൊരു സയന്റിസ്റ്റ് ആണ്. അവരുടെ എല്ലാ ടെക്നിക്കും സ്കില്ലും പവറും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഫോർകാസ്റ്റ് ചെയ്താണ് ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്തതും നിന്നെ തോൽപ്പിച്ചതും. നിന്റെ ആരോയെ ഞാൻ ഈസി ആയിട്ട് അങ്ങനെ പ്രിവെന്റ് ചെയ്ത് ഇല്ലാതാക്കിയത്. നീ ഇത് കാണുന്നില്ലേ? നിന്റെ പവർ അത് അത്രയും ഫോഴ്സിൽ എന്റെ ബോഡിയിലേക്ക് കയറി ഇറങ്ങിയിട്ടും എനിക്കൊരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. കണ്ണാടിപ്പയ്യൻ ഓറിയോ ആണെങ്കിൽ ഇപ്പൊ മറ്റു ചില പ്ലാനുകളൊക്കെ അങ്ങനെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാണ്. അവന്റെ ഈ പവർ കൊണ്ട് ആ പിങ്ക് മുടിയന്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും വീഴ്ത്താനായിട്ട് സാധിക്കില്ല. സോ മറ്റെന്തെങ്കിലും ഒരു പവർ അത് ഉപയോഗിച്ചേ പറ്റൂ. അല്ലെങ്കിൽ എന്നെ മാത്രമല്ല എന്റെ കൂടെയുള്ള എല്ലാവരെയും ഇവനൊരു ടെസ്റ്റ് സബ്ജക്റ്റ് ആക്കി മാറ്റും. ഒറിയബയെയും നമ്മളെ കൊണ്ട് കണ്ടെത്താനാവില്ല. സോ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കുകയാണ്. കട്ട് ചെയ്ത
മറ്റൊരു ഭാഗത്ത് ഒറിഹിബയെ ആ രണ്ട് ഹോലോ ലേഡീസും ചേർന്ന് അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. അടുത്ത നിമിഷം സാക്ഷാൽ ക്രിഞ്ചോ ആണെങ്കിൽ അവിടേക്ക് വരികയാണ്. ക്രിഞ്ചോയി കാണേണ്ട താമസം ആ രണ്ട് ഹോലോ ലേഡീസും കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ പരസ്പരം നോക്കുകയാണ്. അവർക്ക് നന്നായിട്ട് അറിയാം അവരെ ചെയ്തത് ക്രിഞ്ചോയ്ക്ക് ഒരിക്കലും ഇഷ്ടാവില്ല എന്ന്. ക്രിഞ്ചോ അതിന് അവരെ പണിഷ് ചെയ്യുന്ന ഉറപ്പിച്ച് അവരങ്ങനെ നിൽക്കും. ഇവിടെ ഉറുഹിബ അവൾ കണ്ണിമ വെട്ടാതെ ക്രിഞ്ചോയെ തന്നെ നോക്കുകയാണ്. ക്രിഞ്ചോ ആണെങ്കിൽ സ്ട്രെയിറ്റ് വന്ന് അതിലൊരു പെണ്ണിനെ അറ്റാക്ക് ചെയ്ത് താഴെയിടും. ഒറിഹിബയ്ക്കാണെങ്കിൽ ഭയങ്കര സംശയം. ഇവനിപ്പോ ഹോളോ വേൾഡില് ഐസന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ പിന്നെന്തിനായിരിക്കും ഇവനിവരെ അറ്റാക്ക് ചെയ്യുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും ചിന്തിച്ച് അവൾ അങ്ങനെ വണ്ടറടിക്കും. ആ നീലത്തരയും ഗ്രിഞ്ചോ ആണെങ്കിൽ ഇപ്പൊ ഒറിഹിബയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവളുടെ കഴുത്ത് പിടിച്ച് അങ്ങനെ തൂക്കിയെടുക്കുകയാണ്. നിന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടോ ഇഷ്ടമുള്ളതുകൊണ്ടോ അല്ല ഞാൻ നിന്നെ സഹായിക്കാൻ ശ്രമിച്ചത്. എനിക്ക് നിന്റെ സഹായം അത് ആവശ്യമാണ്. തെറ്റ് ചെയ്യാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഈ ഹോളോ വേൾഡിന് ഐസന്റേതായ നിയമമുണ്ട്, അത് മാത്രമേ പാലിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ ഡാമേജ് ആയ കൈ അത് അവൾക്ക് നേരെ നീട്ടുകയാണ്. ഒറിഹിബയ്ക്ക് മനസ്സിലാവും അവനിപ്പോ അവളുടെ സഹായം ആവശ്യമുണ്ട്. അവന്റെ കൈ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ അവളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തത്. ഒറിഹിബയാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവന്റെ കൈ ഹീൽ ചെയ്യാൻ തുടങ്ങും. നീലമുടിയൻ ഗ്രിഞ്ചോ ആണെങ്കിൽ അവളോട് പറയും, നിന്റെ സഹായം എനിക്ക് ഇനി ആവശ്യമുണ്ട്, സോ നീ എന്നോടൊപ്പം വരണം. ഒറിഹിബ അത് കേട്ട് തലയാട്ടും. അതിനുശേഷം അവൾ ആദ്യം അറ്റാക്ക് ചെയ്ത ആ ലേഡീസിനെ ഹീൽ ചെയ്യാണ്. അവർക്കാണെങ്കിൽ അതൊന്നും ഒട്ടും ഇഷ്ടാവില്ല. അവളുടെ സഹായം സ്വീകരിക്കാൻ അവർക്കൊരു താല്പര്യമില്ല. ഒറിഹിബയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവരെ ഹീൽ ചെയ്ത് നോർമലാക്കും. ഉടനെ അവരാണെങ്കിൽ ചാടി എഴുന്നേൽക്കും. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത് കണ്ണാടി പയ്യൻ ഓറിയോ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ രണ്ടും കൽപ്പിച്ച് അവരോട് ഫൈറ്റ് ചെയ്യാണ്. പെങ്കുമുടിയനാണെങ്കിൽ മാറി നിന്ന് ഓറിയോടെ ഫൈറ്റ് കാണും. ഓറിയോ അവന്റെ പവർ ഉപയോഗിച്ച് ആ ഹോലോസിനെ ഓരോ ഭാഗത്തേക്ക് അടിച്ച് തെറിപ്പിക്കും. കണ്ണാടിപ്പയ്യൻ ഓറിയോയ്ക്ക് നന്നായിട്ട് അറിയാം അവന്റെ ഈ പവർ കൊണ്ടൊന്നും ആ മെയിൻ വില്ലൻ പിങ്കുമുടിയൻ അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. കണ്ണാടിപ്പയ്യൻ ഓറിയോ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവന്റെ പവർ ചുറ്റുമുള്ള ഹോലോസിന് നിർത്താതെ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അകറ്റയാളെ തകർക്കുക, ഇച്ചിയുടെ പവർ അത് അവരെ ബോധ്യപ്പെടുത്തുക, അവന്റെ ഫ്രണ്ട്സിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുക, ഒറിഹിബയെ കണ്ടെത്തുക, അത് മാത്രമാണ് അവന്റെ മനസ്സിൽ. കണ്ണാടിപ്പയ്യൻ ഓറിയോ അവന്റെ കോൺഫിഡൻസ് വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എന്താ, അടുത്ത നിമിഷം അത്രയും നേരം ക്രിയേറ്റ് ചെയ്തിരുന്ന അവന്റെ പവർ പോലും ഇൻവിസിബിൾ ആയി പോവാണ്. അവനെ കൊണ്ടാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ ക്രിയേറ്റ് ചെയ്ത എന്റെ പവർ അത് തന്നെ എന്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഇൻവിസിബിൾ ആയി പോയും ചിന്തിച്ച് അവൻ വണ്ടറടിക്കുകയാണ്. കണ്ണാടിപ്പയ്യൻ ഓറിയോയുടെ അവസ്ഥ കണ്ട് ഇപ്പോ ആ പിങ്ക് തലയും വില്ലൻ അവൻ പൊട്ടിച്ചിരിച്ച് കളിയാക്കിക്കൊണ്ട് അവനോട് പറയും, നീ എന്ത് വിചാരിച്ചു? നിന്റെ ക്വിൻസി പവർ ഉപയോഗിച്ച് ഈ ഹോലോ വേൾഡിലേക്ക് വന്ന് ഞങ്ങളെ തന്നെ തകർത്ത് കളയാമെന്നോ? ഇത് ഞങ്ങളുടെ ഏരിയ ആണ്. ഇവിടെ മുഴുവൻ ഹോലോസിന്റെ ഓറയാണ്. നിനക്കൊരിക്കലും നിന്റെ പവർ ഇവിടെ ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓൾറെഡി നിങ്ങളെപ്പോലുള്ളവരുടെ പവറിനെ പ്രിവെന്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ റൂമിൽ ചെയ്ത് കഴിഞ്ഞതാണ്. ഇതെന്റെ എക്സ്പെരിമെന്റ്സിന് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു സ്പെഷ്യൽ റൂമാണെന്ന് പറയും. അത് കേട്ട് കണ്ണാടിപ്പയ്യൻ ഓറിയോ അവൻ ഞെട്ടും. ഓറിയോയ്ക്കാണെങ്കിൽ അടുത്തെന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ പകച്ചു നിൽക്കുന്ന സമയം ഒരു ഹോലോ അത് കൈ ചുരുട്ടി ഓറിയോ ഇട്ടിക്കാൻ പാഞ്ഞു വരികയാണ്. അവൻ ക്ലോസ് തന്നെ താമസം ബ്രാഞ്ചി ആണെങ്കിൽ ആ പഞ്ചങ്ങനെ തടയും. അതേസമയം ലോങ് ഷോട്ടിലായിട്ട് ആ ഹോലോ ബ്രോ അവനാണെങ്കിൽ ഒരു ഭാഗത്ത് അങ്ങനെ ഒളിച്ചിരുന്ന് കാര്യങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ നല്ല പേടിയുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അവന് കൃത്യമായിട്ട് പിടിയുമില്ല. ഇവിടെ റാഞ്ചി ആണെങ്കിൽ കണ്ണാടിപ്പയ്യനോട് വിളിച്ചു പറയും, ഓറിയോ എത്രയും വേഗം നീ എന്തെങ്കിലും ഒരു ബുദ്ധി അത് ആലോചിക്ക്, അല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഈ ഹോലോസിന്റെ കൈകൊണ്ട് മരിച്ചു പോവും. അത് കേട്ട് നമ്മുടെ കണ്ണാടിപ്പയ്യൻ ഓറിയോ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ആലോചിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.